നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ഇന്ത്യയുമായി സഹകരിച്ചിരുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാം എന്നെല്ലാം മോഹിച്ച് പാകിസ്ഥാന് നേതൃത്വം കൊടുത്തിരുന്ന ബിനാമികളെന്ന് പറയാവുന്നവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പരാജയം ഇപ്പോൾ BNP, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ അവിടെ തകർന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, പാകിസ്ഥാൻ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ജമാഅത്തുമായി സഹകരിച്ച് നടത്താനിരുന്ന പല കളികളും ഇതോടെ അവസാനിച്ചു. ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ മോഗ്ബസാർ പ്രദേശത്തുള്ള ജമാഅത്തെ ഇസ്ലാമി ആസ്ഥാനത്തിന് പുറത്ത് കനത്ത നിശബ്ദതയും ഇരുണ്ട അന്തരീക്ഷവുമാണ് ഇപ്പോൾ. വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഫലങ്ങൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെന്നും മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാകുമെന്നും സ്ഥിരീകരിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വെള്ളിയാഴ്ച രാവിലെ പാർട്ടിക്ക് പുറത്ത് കുറച്ച് ജമാഅത്തെ പ്രവർത്തകരെയും കുറച്ച് പത്രപ്രവർത്തകരെയും കണ്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രവർത്തകരുടെ മുഖത്ത് ദുഃഖം നെള്ളിച്ചിരുന്നു. അന്തരീക്ഷം വളരെ കനത്തതായിരുന്നു. ഈ പരാജയം ജമാഅത്തിന് മാത്രമല്ല കനത്ത പ്രഹരമേൽപ്പിച്ചത്, ജമാഅത്തുമായി സഹകരിച്ച് പാകിസ്ഥാൻ നടത്താനിരുന്ന പല കളികളെയും അവസാനിപ്പിച്ചു എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. 17 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം 2025 ഡിസംബറിൽ ലണ്ടനിൽ നിന്ന് 60-കാരനായ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലേക്ക് മടങ്ങി. അമ്മ ഖാലിദ സിയയുടെ മരണശേഷം അദ്ദേഹം BNPയുടെ ചെയർമാനായി. തെരഞ്ഞെടുപ്പിൽ BNP 2/3 ഭാഗത്തിലധികം സീറ്റുകൾ, അതായത് ഏകദേശം 212 സീറ്റുകൾ നേടി. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളുടെ സഖ്യം നേടിയത് വെറും 77 സീറ്റുകൾ മാത്രമാണ്. ധാക്കയിൽ 17ഉം ബംഗുരയിൽ 6 സീറ്റുകൾ നേടിയ താരിഖ് റഹ്മാൻ ശനിയാഴ്ച പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ പ്രധാന തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ആ പ്രക്ഷോഭത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവരുടെ പാർട്ടി നിരോധിക്കപ്പെട്ടു. ഇതോടെയാണ് BNPയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നേരിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് സംഭവങ്ങൾ കൊണ്ടെത്തിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചരിത്രം സൃഷ്ടിക്കാമെന്ന് ജമാഅത്തെ ഇസ്ലാമി വലിയ പ്രതീക്ഷകൾ വച്ചിരുന്നു. എന്നാൽ താരിഖ് റഹ്മാൻ്റെ തിരിച്ചുവരവും ശക്തമായ BNP തന്ത്രവും അവരുടെ കളിയെ പൂർണ്ണമായും തകിടം മറിച്ചു. അതിനുശേഷം പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യുകയും ഫലങ്ങൾ അന്യായമാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ പരാജയം സമ്മതിച്ചു. എന്നിരുന്നാലും ഒരിക്കൽ പൂർണ്ണമായി നിരോധിക്കപ്പെട്ട ഈ റാഡിക്കൽ ഇസ്ലാമിക പാർട്ടി ബംഗ്ലാദേശിൽ ആഴത്തിൽ വേരുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് പാർട്ടിയുടെ ഉദ്ദേശം. അവർ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യക്കും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. പ്രത്യേകിച്ചും എക്കാലത്തും പാകിസ്ഥാനോട് അനുകൂല നിലപാട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ISI ഒക്കെ നേരിട്ടുള്ള ബന്ധമായിരുന്നു ഈ ജമാഅത്തുമായി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി അവിടെ വിജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായും പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകൾ എടുത്തുകൊണ്ട് എന്നും എക്കാലത്തും ഇന്ത്യക്ക് കനത്ത പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കുമായിരുന്നു. ഏതായാലും താരിഖ് റഹ്മാൻ്റെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് വിജയിച്ചതോടുകൂടി അത് ഇന്ത്യക്ക് വളരെ അനുഗ്രഹമായും പാകിസ്ഥാന് വളരെ ദോഷകരമായും ഭവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ജമാഅത്തിന് പിന്നിലും അമേരിക്ക പാകിസ്ഥാന് പിന്നിലുമായിരുന്നു. എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടി ബംഗ്ലാദേശിൽ പരാജയപ്പെട്ടു. ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ മുൻ നയതന്ത്രജ്ഞരും ഹൈ കമ്മീഷണറുമായ വീണ സിക്രി പറയുന്നത് പാകിസ്ഥാനും അമേരിക്കയും ജമാഅത്തിന് പിന്നിലായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിലെ ജനങ്ങൾ ജനാധിപത്യം തിരഞ്ഞെടുത്തതിനാൽ പാർട്ടി പരാജയപ്പെട്ടു എന്നാണ്.
ഇക്കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ജമാഅത്തെ ഇസ്ലാമി ആസൂത്രണം ചെയ്ത ഒരു ഭരണമാറ്റ നീക്കമായിരുന്നു എന്ന് നമുക്കറിയാം. കേവലം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായി തുടങ്ങി ഒടുവിൽ അത് വലിയൊരു ജൻസി കലാപം പോലെ രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളെയും വാഹനങ്ങളെയും തുടങ്ങി എല്ലാം തച്ചു തകർത്തുകൊണ്ട് വൻ കൊലയും നടത്തിക്കൊണ്ട് ആ പ്രക്ഷോഭം ഒടുവിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്ന അതുവരെ കൊണ്ടെത്തിച്ചു കാര്യങ്ങൾ. പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണ ജമാഅത്തിന് ഉണ്ടായിരുന്നു. പാശ്ചാത്യ ശക്തികൾ പാകിസ്ഥാന് പിന്നിലായിരുന്നു. മുഹമ്മദ് യൂനുസിനെ കൊണ്ടുവന്നതിന് പിന്നിൽ ജമാഅത്ത് തന്നെയായിരുന്നു. യൂനുസ് ജമാഅത്തിൻ്റെ ഒരു വക്താവ് മാത്രമായിരുന്നു. ഇടക്കാല സർക്കാരിൻ്റെ കഴിഞ്ഞ 18 മാസത്തിനിടെ ബംഗ്ലാദേശിൽ സംഭവിച്ചതെല്ലാം പാകിസ്ഥാൻ നേതൃത്വം കൊടുക്കുന്ന ഈ ജമാഅത്തിൻ്റെ പ്രവൃത്തികളാണ്. കഴിഞ്ഞ 18 മാസത്തിനിടെ ബംഗ്ലാദേശിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ജമാഅത്തെ ത്വയ്ബ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും മാധ്യമപ്രവർത്തകരെയും അഭിഭാഷകരെയും ജയിലിലടച്ചെന്നും വീണ സിക്രി ഒരു വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ജമാഅത്തെ ത്വയ്ബയ്ക്ക് US പിന്തുണയുണ്ടെന്നും ഈ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിൽ വിജയം അവകാശപ്പെട്ടതെന്നും അവർ അവകാശപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം തുടർന്നത്, ജമാഅത്ത് അധികാരത്തിൽ വരുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഈ ആളുകൾ സമീപ മാസങ്ങളിൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സദാചാര പോലീസ് സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറണമെന്നും ബിണ്ടി ധരിക്കരുതെന്നും പറയുമായിരുന്നു. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടു. പത്രപ്രവർത്തകരെയും പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലടച്ചു. ഇതാണ് ബംഗ്ലാദേശിന്റെ ഭാവി എന്ന് ജനങ്ങളോട് പറയാൻ ജമാഅത്ത് ശ്രമിക്കുകയായിരുന്നു. ഇസ്ലാം തീവ്രവാദം ഇന്നലെ വരെ ജമാഅത്ത് ജയിക്കുമെന്ന് കരുതി. എന്നാൽ ബംഗ്ലാദേശിലെ ജനങ്ങൾ അത്തരമൊരു ബംഗ്ലാദേശിനെ നിരസിച്ചു. അവർ ജമാഅത്തിനെ നിരസിച്ചു. ജമാഅത്തിനെ തള്ളിക്കളഞ്ഞും ലിബറൽ BNPക്ക് വോട്ട് ചെയ്തും ബംഗ്ലാദേശിലെ ജനങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ഇപ്പോഴും വിശ്വാസമുണ്ടെന്ന് തെളിയിച്ചുവെന്ന് വീണ സിക്രി പറയുന്നു. ജമാഅത്തിന്റെ കടുത്ത ഇസ്ലാമിക പ്രതിച്ഛായയും 1971 വിമോചന യുദ്ധത്തിൽ ജമാഅത്തിൻ്റെ പങ്കും ഇടപെടലും ഒക്കെ കാരണം നിരവധി വോട്ടർമാർ ജമാഅത്തിനെ നിരാകരിച്ചു. അതേസമയം താരിഖ് റഹ്മാൻ BNPയെ കൂടുതൽ മതേതരവും മധ്യസ്ഥവുമായി ചിത്രീകരിച്ചു വോട്ടർമാരെ ആകർഷിച്ചു. ജമാഅത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് വിദേശകാര്യ വിദഗ്ധൻ റോബിന്ദർ സച്ദേവ് പറഞ്ഞത്, ജമാഅത്ത് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ യുവാക്കളും സ്ത്രീകളും അത് നിരസിച്ചതിനാൽ ഭൂരിപക്ഷം നേടുന്നതിൽ പരാജയപ്പെട്ടു. രണ്ടാമതായി അവാമി ലീഗ് നിരോധിച്ചിരിക്കുന്നതിനാൽ ശരാശരി അവാമി ലീഗ് വോട്ടർമാർ BNPക്ക് വോട്ട് ചെയ്തിരിക്കാം. ഒരുപക്ഷെ അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ ബംഗ്ലാദേശിൽ നിരോധിച്ചു. അപ്പോൾ ആ നിരോധനത്തിൽ വനം തൊന്ന് ആ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിൻ്റെ പ്രവർത്തകർ മുഴുവൻ നേരെ BNPക്ക് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരിക്കാമെന്നുള്ളതാണ്. BNP ഒരു ദേശീയ പാർട്ടിയാണ്. എന്നാൽ ജമാഅത്തിനും NCPക്കും രാജ്യത്തുടനീളം ശക്തമായ ഒരു അടിത്തറ ശൃംഖലയില്ലായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി ചരിത്രപരമായി പാകിസ്ഥാൻ അനുകൂല നിലപാടുകളാണ് ഇതുവരെയും സ്വീകരിച്ചു വന്നിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ ഒരുപക്ഷെ സഹായിക്കുന്നത് ISI മാത്രമല്ല, അസീം മുനീറും പാകിസ്ഥാന്റെ നേതൃത്വം തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ സഹായിച്ചു കൊണ്ടിരുന്നത്, പ്രത്യക്ഷമായോ പരോക്ഷമായോ. എന്തായാലും പാകിസ്ഥാന്റെ കിഴക്കൻ ശാഖയിൽ നിന്നാണ് പാർട്ടി ആദ്യം ഉയർന്നു വന്നതുപോലും. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ജമാഅത്ത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തെ ശക്തമായി എതിർത്തിരുന്നു. കിഴക്കൻ പാകിസ്ഥാൻ, അതായത് ഇപ്പോൾ ബംഗ്ലാദേശായി മാറിയ കിഴക്കൻ പാകിസ്ഥാന്റെ വേർപിരിയൽ ഇസ്ലാമിക ഐക്യത്തെ തകർക്കുമെന്നും ദക്ഷിണേഷ്യയിലെ മുസ്ലിം രാഷ്ട്രീയ അധികാരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകർക്കുമെന്നും ആ പാർട്ടി വിശ്വസിച്ചിരുന്നു. പാർട്ടി പാകിസ്ഥാൻ സൈന്യത്തെ പൂർണ്ണമായും പിന്തുണച്ചു. അതിൻ്റെ മുതിർന്ന നേതാക്കളും കേഡറുകളും അൽ ബദർ, അൽ ഷംസ് തുടങ്ങിയ അർദ്ധ സൈനിക ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. ബംഗാളി ദേശീയവാദികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, സാധാരണക്കാർ എന്നിവർക്കെതിരായ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവുമായി ഈ പാർട്ടി സഹകരിച്ചിരുന്നു. 1971 ബംഗ്ലാദേശ് രൂപീകൃതമായതിനു ശേഷം ജമാഅത്തിനെ നിരോധിച്ചു. എന്നാൽ 1979 സിയാവുർ റഹ്മാൻ ഈ നിരോധനം നീക്കി. 1971 വിമോചന യുദ്ധം എന്ന് ജമാഅത്ത് ഒരിക്കലും വ്യക്തമായി അംഗീകരിച്ചിട്ടില്ല. പകരം പാർട്ടി അതിനെ പാകിസ്ഥാനെതിരായ കലാപം അല്ലെങ്കിൽ അനീതിക്കെതിരായ കലാപം എന്ന് മാത്രം വിളിക്കുന്നു. അതിനാൽ ജമാഅത്തിന്റെ പരാജയം പാകിസ്ഥാന് കനത്ത പ്രഹരമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ജമാഅത്തിനെ പാകിസ്ഥാൻ പ്രോക്സി എന്നാണ് പല വിദഗ്ധരും വിളിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് താരിഖ് റഹ്മാനെ അഭിനന്ദിച്ചു. പക്ഷേ ഇത് വെറുമൊരു
ഔപചാരികത മാത്രമായിരുന്നു. ജമാഅത്ത് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുമായിരുന്നു. അത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തുമായിരുന്നു. താരിഖ് റഹ്മാന്റെ വിജയം ജമാഅത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും കളിയെ തകിടം മറിച്ചു എന്ന് മാത്രമല്ല, പക്ഷേ ജമാഅത്ത് അതിൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ജമാഅത്ത് ഗണ്യമായ എണ്ണം സീറ്റുകൾ നേടി മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെങ്കിൽ അവർ ബംഗ്ലാദേശിൻ്റെ വിദേശ നയം പാകിസ്ഥാനോടുള്ളതായിരിക്കണം. പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അവർ താരിഖ് റഹ്മാന്റെ സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ലെന്നാണ് റോബിന്ദർ സച്ദേവ് പറഞ്ഞത്. താരിഖ് റഹ്മാന്റെ ബംഗ്ലാദേശിലേക്കുള്ള തിരിച്ചുവരവ് രാജ്യത്തെ കൂടുതൽ സ്ഥിരതയുള്ളതും ജനാധിപത്യപരവും പ്രാദേശികവുമായി സന്തുലിതമായ ഒരു ഭാവിയിലേക്ക് നയിക്കുകയും ജമാഅത്ത് പോലുള്ള തീവ്രവാദ ശക്തികളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. എന്നിരുന്നാലും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ കൃത്രിമമായി കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചേക്കാവുന്ന പാകിസ്ഥാനെതിരെ ഇന്ത്യ ജാഗ്രത പാലിക്കണമെന്ന് പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. തീർച്ചയായും ഇന്ത്യ ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ഇന്ത്യ ജാഗരൂകരായി ശ്രദ്ധയോടെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.